VFX ഐ തിങ്ക് ഞാൻ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. ഇത്ര ഒരു കാരണം ഇറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. അത്ര ഒരു ടെക്നോളജി ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുത്തൊരു സംഭവമാണ്. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എപ്പോഴും കാണാറുണ്ട്. ഈ സിഗ്നേച്ചർ നിരന്തരമായിട്ട് ബ്രേക്ക് ചെയ്യാനാണോ ശ്രമിക്കുന്നത്? ഞാൻ ചെയ്തോണ്ടിരിക്കുക, ബാക്ക് ടു ബാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സ്കിൽ ഇമ്പ്രൂവ് ആവുന്നു. ഡയറക്ഷൻ ടീം തന്നെ ആക്ടേഴ്സും ആണ്. ബേസിക്കലി നമ്മളുടെ ജോലി മാത്രം ചെയ്യാതെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി ചെന്ന് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രശാന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ആയതുകൊണ്ട് ഇത് ഭയങ്കര ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇത് പുറത്ത് വരണം ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പ്രയാഗാണ് ഇതിന്റെ ഡിഒ, ആക്ട് ചെയ്ത അർഷദിക, ഇവരാണ് ആക്ച്വലി പറഞ്ഞ ഇതിന്റെ മെജോറിറ്റി ഓഫ് ദ വർക്ക് ചെയ്യുന്നത് ഡേ ഇൻ ആൻഡ് ഡേ നൈറ്റ്. കൃഷാന്ത് എന്റെ അടുത്ത് വന്ന് ആദ്യം കൃഷാന്തിന് മനസ്സിലുള്ള ഇമേജ് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ബാക്കി എല്ലാം അതിന്റെ ഒരു സ്പീഡ് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? അതിന്റെ ഒരു ഫാസ്റ്റ് കാര്യങ്ങളുടെ ഡയറക്ഷന്റെ ഒരു മോഡ്. അതെ അതെ, കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഫൈനലി ഇത് വന്നപ്പം ഇതിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ഓഡിയൻസ് ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ വന്നല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര പ്രൗഡാണ്. മലയാള സിനിമ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സൈബർ പങ്ക് സ്പേസിൽ ഒരു പടം വരുന്നു എന്നുള്ളതിൽ അതിന്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റിയ കുറെ പേരുണ്ട് ഇവിടെ. മെയിൻ പ്ലെയർ ഇതാണ്. പിന്നെ ടീം VFX ഉണ്ട്, എക്സൽ മീഡിയ ഉണ്ട്, ഡോട്ട് ഉണ്ട്, IBFX ഉണ്ട്, പിന്നെ അല്ലാതെ ഫ്രീലാൻസേഴ്സ് ഉണ്ട്. ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് എസ്പെഷ്യലി നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ കാണുമ്പോൾ നമ്മൾ മലയാള പടം അങ്ങനെ കൂടുതൽ വിഷ്വൽ എഫക്ട്സ് കൂടുതൽ കാണാത്തതുകൊണ്ട് ഇതിന് നല്ല രസമായിട്ട് തോന്നി. മസ്തിഷ്ക മരണത്തിന്റെ VFX, അതായത് ഡെഫിനറ്റ്ലി നമുക്ക് സൈബോർഗ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ സൈഫൈ ടൈപ്പ് ഫിലിംസിൽ ഏറ്റവും കൂടുതൽ അതിനെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഇതിലെ ഒരു ടെക്നിക്കൽ വിഭാഗം എന്ന് പറയുന്നത് VFX ആണ്. ഇതിന്റെ VFX ചെയ്തിരിക്കുന്നത് ശ്രീജിത്താണ്. ശ്രീസ് അൺബിലീവബിളി ഗുഡ് ആണ് ഈ വർക്കില്. ആൻഡ് താങ്ക് യു സോ മച്ച് മാൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം VFX ഒക്കെ എനിക്ക് തോന്നുന്നു ശ്രീജിത്താണ് ചെയ്തത്. VFX ഒക്കെ അടിപൊളിയായിരുന്നു. അതായത് മലയാളത്തിൽ സിനിമയിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആർട്ട് ആവട്ടെ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വൺ ലെവൽ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. താങ്ക് യു. ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിത്തിന്റെ VFX ഇസ് അമേസിങ്. ബിക്കോസ് പുള്ളി ചെയ്തു തന്നിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇൻപുട്സ് ആണെങ്കിലും ഒക്കെ എന്താ പറയാ, ആ കളറിംഗ് പൈപ്പ് ലൈനെ വളരെ അക്സെൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ ലേയേഴ്സ് ആയിട്ട് സാധനം തരുമ്പോഴത്തേക്കും വി കൻ ഫൈൻ ട്യൂൺ ഇറ്റ് ടു എ ഗ്രേറ്റ് ഡീറ്റെയിൽ. അതുപോലെ തന്നെ ഇന്ദ്രത്തിന്റെ VFX ആണെങ്കിലും ശരി, ആക്സലിന്റെ VFX ആണെങ്കിലും ശരി, ഇറ്റ്സ് ഓൾ റിയലി ഗുഡ്. റോബോട്ടിക് ആം ഈ പറഞ്ഞ മാതിരി എല്ലാവരും പറയുന്നുണ്ട്. തിയേറ്റർ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര എന്താ പറയാ അത് VFX ആണോ എന്നുള്ള രീതിയിൽ അതിന്റെ ഫിസിക്സ് ഒക്കെ ചിലപ്പോൾ കാണുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ VFX ആണെന്ന് തോന്നുന്നത്. അതിന്റെ ടെക്സ്ചറിങ്ങും അതിന്റെ ലൈറ്റിങ്ങും അതിന്റെ ഡീറ്റെയിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ BTS അവസാനം കാണിക്കുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാവുന്നത് അതൊരു VFX സാധനം നമ്മളവിടെ പ്ലേസ് ചെയ്തിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അതൊരു ലൈവ് പ്രോപ്പാന്നൊക്കെ തന്നെ വിചാരിക്കുള്ളൂ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കാണുമ്പോൾ. ഇപ്പോൾ VFXും അതുപോലെ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമാണ്. VFX കുറെ ഇതിലിപ്പോ അറിയാലോ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമാവുമ്പോൾ VFXനൊക്കെ കുറെ സാധ്യതകളാണ്. അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ടീമും VFX ആണെന്നുണ്ടെങ്കിലും കളറിങ്ങും അതുപോലെ സൗണ്ട്, മ്യൂസിക്കും എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു